ഹലോ ഗൈസ്, അപ്പോൾ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സോ നമ്മൾ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നത് ലൂപ്പിൻ്റെ സെക്ഷൻസ് ആണ്. അതായത് ലൂപ്സ് ആണ് നമ്മുടെ മെയിൻ ടോപ്പിക്. സോ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മളിതുപോലെ ഫോർ ലൂപ്പിനെ പറ്റി പഠിച്ചായിരുന്നു. ഫോർ ലൂപ്പ് എങ്ങനെ യൂസ് ചെയ്യുക എന്നുള്ളത് പഠിച്ചായിരുന്നു. സോ ഇനി ഈ ക്ലാസ്സിൽ നമ്മൾ കവർ ചെയ്യാൻ പോകുന്നതാണ് വൈൽ ലൂപ്പ്. എന്താണ് വൈൽ ലൂപ്പ്, എങ്ങനെയാണ് അത് യൂസ് ചെയ്യുക? അപ്പോൾ നേരത്തെ നമ്മൾ ഫോർ ലൂപ്പിൽ പഠിച്ചിട്ടുണ്ടായത് ഇനിഷ്യലൈസേഷൻ, കണ്ടീഷൻ, അതുപോലെ ഇൻക്രിമെൻ്റ് അല്ലെങ്കിൽ ഡിക്രിമെൻറ്റ്. അതായത് ഇത് സാറ്റിസ്ഫൈ ആവുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെയ്യേണ്ടത് ബോഡി എക്സിക്യൂട്ട് ചെയ്തതിന് ശേഷം നമ്മൾ എന്താണോ ചെയ്യേണ്ടതെന്നുള്ളതാണ് അത്. അതായത് ഒന്നില്ലെങ്കിൽ ഇൻക്രിമെൻ്റ് ആയിരിക്കും അല്ലെങ്കിൽ ഡിക്രിമെൻ്റ് ആയിരിക്കും. അപ്പോൾ അടുത്ത് നമുക്ക് പഠിക്കാം. അടുത്ത സംഗതിയാണ് എന്ത്? വൈൽ ലൂപ്പ്. സോ ഇതുപോലെ തന്നെ നമുക്ക് വൈൽ ലൂപ്പ് നമുക്കൊന്ന് കൊടുക്കാം. സോ വൈൽ ലൂപ്പ് നമ്മൾ കൊടുക്കുകയാണ്. സോ ഇതാണ് നമ്മുടെ ഒരു കോമൺ വൈൽ ലൂപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ. സോ ഈ വൈൽ ലൂപ്പിൽ തന്നെ നമ്മൾ ഫോർ ലൂപ്പിനോട് തന്നെ സാമ്യതയുള്ള ലൂപ്പാണ് ഈ വൈൽ ലൂപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ. അതായത് ഇതിൽ നമുക്ക് ഒരേ ഒരു കാര്യം മാത്രമേ ഇതിനകത്ത്, അതായത് കണ്ടീഷൻ്റെ ഹെഡിനകത്ത് നമ്മൾ കൊടുക്കുള്ളൂ. അതാണ് എന്ത്? കണ്ടീഷൻ. അതായത് കണ്ടീഷൻ നമ്മളിവിടെ കൊടുക്കും. ഓക്കെ. ഇനിഷ്യലൈസേഷൻ നമ്മൾ എപ്പോഴും പ്രോഗ്രാമിങ്ങിൻ്റെ പുറത്തേക്ക് കൊടുക്കുള്ളൂ. ഓക്കെ. അതായത് ഇവിടെയാണ് ഇനിഷ്യലൈസ് ചെയ്യുക. അപ്പോൾ ഇവിടെ ഇനിഷ്യലൈസ് ചെയ്തു, ഇവിടെ കണ്ടീഷൻ ട്രൂ ആണോ എന്ന് നോക്കി. അത് കഴിഞ്ഞ് ഇൻക്രിമെൻ്റ് ഓർ ഡിക്രിമെൻറ്റ് നമ്മുടെ ബോഡിക്ക് ഇപ്പോൾ ഇവിടെ എന്തെങ്കിലുമൊക്കെ ഒരു ഡാറ്റ നമ്മളിപ്പോൾ കവർ ചെയ്ത് പോകണമെന്ന് വിചാരിക്കുക. അത് എങ്ങനെ ബോഡി എന്തെങ്കിലും ഒരു എക്സിക്യൂഷൻ ആയിരിക്കും സംഭവിക്കുക. നമ്മൾ പ്രിൻ്റ് പോലെ ഇവിടത്തെ പോലെ തന്നെ നമ്മളിവിടെ ചെയ്ത്, ഓക്കെ, ഇതുപോലെ എന്തെങ്കിലും ഒരു കാര്യമായിരിക്കും നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടാവുക, ഇവിടെ അടിയിൽ ചെയ്ത് വെച്ചിട്ടുണ്ടാവുക. ഓക്കെ. അപ്പം അങ്ങനെ വരുന്ന ഒരു കാര്യം നമ്മൾ എന്ത് ചെയ്യും? ഈ ബോഡി നമ്മൾ ഇവിടെ കൊടുക്കും. ഓക്കെ. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇൻക്രിമെൻ്റ് ഓർ ഡിക്രിമെൻ്റ് എന്ത് ചെയ്യും? ഇതിന് ശേഷം നമ്മൾ എക്സിക്യൂട്ട് ചെയ്യും. സോ ഇതിനെയാണ് എന്ത്? ഒരു വൈൽ ലൂപ്പ് എന്ന് പറയുന്നത്. അതായത് ഇനിഷ്യലൈസേഷൻ പുറത്ത് ചെയ്തു, കണ്ടീഷൻ ഇവിടെ ഹെഡിനകത്ത് ചെയ്തു, ബോഡി എന്താ വേണ്ടതെന്ന് വെച്ചാൽ അത് ചെയ്തു. ഇൻക്രിമെൻ്റ് ഓർ ഡിക്രിമെൻ്റ് എന്ന് പറയുന്നത് ഇവിടെ ചെയ്തു. നമുക്ക് ഇത് ചെയ്തതിന് ശേഷം ചെയ്തു. അതായത് ബോഡി എക്സിക്യൂട്ട് ആയതിനു ശേഷം അവിടെ പ്രോഗ്രാം ചെയ്ത് കാണിച്ചു തരാം, നിങ്ങൾക്ക് കുറച്ചുകൂടി മനസ്സിലാവും. സോ നമുക്ക് പ്രോഗ്രാമിങ്ങിലേക്ക് കിടക്കും. അപ്പോൾ നേരത്തെ ചെയ്ത അതേ പ്രോഗ്രാം തന്നെ നമുക്ക് ഇതിൽ ചെയ്യാം. ഇപ്പോൾ ഇതിലിപ്പോൾ നമ്മൾ നിലവിലിപ്പോൾ ലിസ്റ്റിൽ ഡാറ്റ, അതായത് ഈ ഫോർ ലൂപ്പ് തന്നെയാണ് നമ്മളിവിടെ കൊടുത്തത്. എവിടെയാ? ഓക്കെ, ഇത് തന്നെയാണ് നമ്മളോട് കൊടുത്തത്. അപ്പോൾ നമുക്ക് ഇവിടെ എന്ത് ചെയ്യാം? ഇതുപോലെ തന്നെ ഇവിടെ നമുക്ക് കൊടുത്തു നോക്കാം. സോ ഇപ്പോൾ ഒരു വൈൽ ലൂപ്പ് കൊടുക്കാം. ഇങ്ങനെയാണ് ഒരു വൈൽ ലൂപ്പിൻ്റെ സ്ട്രക്ചർ വരാം. സോ ഇവിടെ കണ്ടീഷൻ കൊടുക്കും. ഇവിടെ നമുക്ക് കണ്ടീഷൻ നമുക്ക് പാസ് ചെയ്യാം. ഇനിഷ്യലൈസേഷൻ ഞാൻ പറഞ്ഞു, അതായത് പ്രോഗ്രാമിങ്ങിൻ്റെ പുറത്തായിരിക്കും. ഇപ്പോൾ ഇൻറ്റ് i = 0 എന്ന് പറഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്തു? പുറത്ത് എക്സിക്യൂട്ട് ചെയ്തു. ഓക്കെ. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്തു? കണ്ടീഷൻ കൊടുത്തു i <10. അപ്പോൾ നമ്മളിവിടെ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുമോ നോക്കി. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്തു? പ്രിന്റ്. അതായത് പ്രിന്റ് നമ്മൾ നേരത്തെ അതേ പ്രോഗ്രാമിൽ തന്നെ ചെയ്യാം. സോ മൈ നെയിം ഈസ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്തു? ലിസ്റ്റിൻ്റെ ഇൻഡെക്സ് വാല്യൂ കൊടുത്തു. ലിസ്റ്റിൻ്റെ ഇൻഡെക്സ് വാല്യൂ എന്താണ്? 0. നമുക്കിവിടെ i കൊടുക്കാം. ഇതാണ് നമ്മൾ എന്ത് ചെയ്തത്? എക്സിക്യൂട്ട് ചെയ്തു. സോ ഇത് നമുക്ക് റൺ ചെയ്ത് നോക്കാം. ഇതിൽ നമ്മളൊരു സംഭവം മിസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എറർ അടിച്ച് നമുക്ക് പഠിക്കാം. ഓക്കെ. അപ്പം ഞാൻ എക്സിക്യൂട്ട് ചെയ്തപ്പോൾ കണ്ടില്ലേ, ഇതിനെയാണ് ഇൻഫിനിറ്റി ലൂപ്പ് എന്ന് പറയുന്നത്. അതായത് ഇത് ഇൻഫൈനൈറ്റ് ആയിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. അതായത് എന്താ പറയുക, ഐൻ്റെ വാല്യൂ മാറില്ല, ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ഇത് ബ്രേക്ക് ആവില്ല. സോ ഇത് ഈ ഇൻഫിനിറ്റി ലൂപ്പിനെ നമുക്ക് ഓവർകം ചെയ്യാം. അതായത് ഇപ്പോൾ ഇപ്പോഴും പ്രോഗ്രാം നിന്നിട്ടില്ല, കണ്ടില്ലേ, പ്രോഗ്രാമിങ് ഇങ്ങനെ റണ്ണായിക്കൊണ്ടിരിക്കുക. സോ നമുക്കിത് സ്റ്റോപ്പ് ചെയ്യാം. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യാം? ഇൻഫിനിറ്റി ലൂപ്പ് നമുക്ക് സ്റ്റോപ്പ് ചെയ്യിക്കാൻ യൂസ് ചെയ്യുന്ന ഒരു സംഗതിയാണ് എന്ത്? ബ്രേക്ക്. ഓക്കെ. ഇനി നമുക്കൊന്ന് റൺ ചെയ്ത് നോക്കാം. ഓക്കെ, ഇത് കണ്ടില്ലേ, മൈ നെയിം ഈസ് ഹലോ എന്ന് പറഞ്ഞിട്ട് വന്നു. സോ ഇതാണ് നമ്മൾ ബ്രേക്ക് ചെയ്യിക്കാനുള്ള സംഗതി. അപ്പോൾ അതായത് എക്സിക്യൂഷൻ കഴിഞ്ഞു, ഇല്ലാന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തായി? അത് ബ്രേക്കായി പോയി. അപ്പോൾ ഈ കണ്ടീഷൻ ഇവിടെ നമ്മൾ ട്രൂ ആവും. അതായത് ഇങ്ങനെ ട്രൂ ആയിക്കൊണ്ടേയിരിക്കും. അപ്പം അങ്ങനെ വരുമ്പോഴാണ് എന്ത് ചെയ്യുക? ഈ ഇത് ബ്രേക്ക് ആവാതിരിക്കുക. ഓക്കെ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ബ്രേക്ക് ചെയ്തത്. സോ ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെ നമുക്ക് ഇപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? ഇനിഷ്യലൈസ് ചെയ്തു, ഇവിടെ കണ്ടീഷൻ കൊടുത്തു,
ഇനി നമുക്കുള്ളത് എന്താണ്, അത് ഇൻക്രിമെന്റ് ഓർ ഡിക്രിമെന്റ് ആണ്. അത് നമ്മൾ നേരത്തെ ചെയ്ത അതേ സംഗതി തന്നെ, അതായത് ഐ പ്ലസ് പ്ലസ് എന്ന് പറഞ്ഞിട്ട് ഇൻക്രിമെന്റ് ചെയ്തു. ഓക്കെ, ഞാനൊന്ന് റൺ ചെയ്ത് നോക്കാം. കണ്ടില്ലേ, ഒന്ന് തൊട്ട് ഇതിൽ എത്രയാണ് ലെങ്ത് വരുന്നത് അത്രയും തവണ. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇൻ കേസ് നിങ്ങൾക്ക് ഇങ്ങനൊരു ഇഷ്യൂ വരാണെങ്കിൽ എന്ത് ചെയ്യുക, ലിസ്റ്റ് ഡോട്ട് ലെങ്ത് കൊടുക്കുക. അപ്പൊ ഇങ്ങനെ വരുമ്പോൾ നമുക്ക് ആ ഒരു അറവും കൂടി പോയി കിട്ടും. കണ്ടില്ലേ, അപ്പോൾ ഇതാണ്, അതായത് സെയിം പ്രോഗ്രാം തന്നെ നമ്മൾ ഫോർ ലൂപ്പ് വെച്ച് ചെയ്ത് നമ്മൾ ഇതേ സംഗതി തന്നെ വൈ ലൂപ്പ് വെച്ച് ചെയ്തു എന്ന് മാത്രം. സോ ഇത് നമുക്ക് വേണമെങ്കിൽ ഡീബഗ് ചെയ്ത് നോക്കി നോക്കാം, എങ്ങനെയാണ് ഈ പ്രോഗ്രാം പോകുന്നത് എന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യാം, ചെക്ക് ചെയ്യാം. സോ കണ്ടില്ലേ, ഇപ്പോൾ ലെങ്ത് ഐ സിക്കൽ 0 ആയി, ഐൻ്റെ വാല്യൂ ഇൻക്രിമെന്റ് ചെയ്തു. അത് കഴിഞ്ഞ് വീണ്ടും കണ്ടീഷൻ ചെക്ക് ചെയ്തു, ട്രൂ ആണ്. സോ ട്രൂ ആയ സ്ഥിതിക്ക് എന്ത് ചെയ്തു, അടുത്ത ബോഡി എക്സിക്യൂട്ട് ചെയ്തു. അപ്പൊ ഇത് ഇങ്ങനെ നമ്മൾ എന്ത് ചെയ്യും, ഈ ലെങ്ത്, അതായത് ലെങ്ത് ഇപ്പൊ എത്രയാണ്, 0 1 2 3 4 5 6 7 ആണ് ലെങ്ത്. അപ്പോൾ 7 പ്രാവശ്യം എന്തായി ഈ ലൂപ്പ് ഇങ്ങനെ എക്സിക്യൂട്ട് ചെയ്ത് പോകും. സോ ഇതാണ് വൈൽ ലൂപ്പ്. സോ ഇതാണ് വൈൽ ലൂപ്പ്. പിന്നെ അതുപോലെ തന്നെ വൈൽ ലൂപ്പിൽ കൂടി പഠിക്കേണ്ട കുറച്ച് എന്താണ്, കുറച്ച് ഇന്റർവ്യൂ ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതെന്താന്നുള്ളത് നമുക്ക് ജസ്റ്റ് നോക്കി നോക്കാം. അതായത് ഇപ്പോൾ വൈൽ ലൂപ്പിൽ നമുക്ക് ഇതുപോലെ, വൈൽ ലൂപ്പിലല്ല ഏത് ലൂപ്പിലാണെങ്കിലും നമ്മൾ ചോദിക്കും, ഇന്റർവ്യൂവിൽ ചോദിക്കും എന്താണ് ബ്രേക്ക്, അതുപോലെ എന്താണ് കണ്ടിന്യൂ, ഇതൊക്കെ വെച്ച് ചോദിക്കും. സോ ഇതെന്താന്നുള്ളത് നമുക്കൊന്ന് നോക്കി നോക്കാം. ഇപ്പോൾ നമുക്ക് ഈ പ്രോഗ്രാം നമുക്ക് കമാൻഡ് ചെയ്യാം, എന്നിട്ട് അടുത്തൊരു പ്രോഗ്രാം നമുക്ക് ചെയ്ത് നോക്കി നോക്കാം. സോ ഇതിൻ്റെ ഐ സിക്കൽ 0 അവിടെ കിടന്നോട്ടെ. നമുക്ക് ഇനി വൈൽ, ഇവിടെ നമുക്ക് വേണമെങ്കിൽ വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞില്ല, ഇവിടെ കണ്ടീഷനാണ്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ എനിക്ക് ട്രൂ എന്ന് പറഞ്ഞിട്ട് കൊടുക്കണമെങ്കിൽ കൊടുക്കാം. അത് കണ്ടീഷൻ എക്സിക്യൂട്ട് ആയി കിട്ടുന്ന ഔട്ട്പുട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രൂ ആണ്. സോ ഇഫ് ഐ ഈസിക്കൽ ടു 5 ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം, ഈ പ്രോഗ്രാം ബ്രേക്ക് ചെയ്യണം. ഞാൻ നേരത്തെ പറഞ്ഞു, ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ അപ്പം അത് എക്സിറ്റ് ആയി പോകും. ഓക്കെ, അല്ലെങ്കിൽ എനിക്ക് എന്ത് ചെയ്യണം, അതായത് ഇഫ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഒന്നില്ലെങ്കിൽ ഇങ്ങനെ ചെയ്യാം, അല്ലാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് അല്ലെങ്കിൽ വേണ്ട, കോംപ്ലിക്കേഷൻ ആക്കില്ല, തൽക്കാലത്തേക്ക് ഇങ്ങനെ തന്നെ പോകാൻ പറ്റും. ഇപ്പോൾ പ്രിന്റ് ഐ, അല്ലെങ്കിൽ വേണ്ട, ഐ ജസ്റ്റ് ഡയറക്റ്റ് കൊടുത്താലും പ്രിന്റ് ആകും. ഓക്കെ, അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഐ പ്ലസ് പ്ലസ്. ഓക്കെ, ഈ ഒരു പ്രോഗ്രാം നമുക്ക് റൺ ചെയ്ത് നോക്കാം. ഓക്കെ, കണ്ടില്ലേ, 1 തൊട്ട് 4 വരെ പ്രിന്റ് ആയി. ഇതെന്താ സംഗതി എന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് ഡീബഗ് ചെയ്ത് കാണിച്ചത്. ഓക്കെ, അപ്പോൾ ഡീബഗ് ചെയ്തു. നമുക്ക് ഐ സിക്കൽ ടു അതിൻ്റെ വാല്യൂ 0 ആണ്. അപ്പോൾ ഐ ലെസ് ദാൻ ഓർ സിക്കൽ ടു 5 ആണോ എന്ന് കണ്ടീഷൻ ചെക്ക് ചെയ്തു. അപ്പോൾ കണ്ടീഷൻ ചെക്ക് ചെയ്തപ്പോൾ എന്താണ്, അത് ട്രൂ ആയിട്ടുള്ളൊരു കണ്ടീഷനാണ്. അപ്പോൾ നമ്മൾ പ്രിന്റിലേക്ക് പോയി ഐ പ്രിന്റ് ചെയ്തു. അപ്പോൾ ഐൻ്റെ വാല്യൂ 0, അത് നമുക്ക് പ്രിന്റ് ആയി. അത് കഴിഞ്ഞ് ഐൻ്റെ വാല്യൂ ഇൻക്രിമെന്റ് ചെയ്തു, ഐ പ്ലസ് പ്ലസ്, അതായത് ഐ സിക്കൽ ടു 1 ആയി. സോ ഇതിങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോയിക്കൊണ്ടിരിക്കും. ഇപ്പോൾ നമുക്ക് 4 വരെ പോവാം. ഓക്കെ, 4 വരെ പോയി. അത് കഴിഞ്ഞ് അതിൻ്റെ വാല്യൂ 5 ആയി. 5 ഇസിക്കൽ ടു 5 അല്ലേ. അപ്പോൾ ഇവിടെ നമുക്ക് കൊടുത്തു കഴിഞ്ഞാൽ അറിയാൻ പറ്റും. എവിടെയാ, ഗ്രോയബിൾ ലിസ്റ്റ് ഐ സിക്കൽ ടു കാണിക്കുന്നില്ല. ഓക്കെ, അതായത് ഇവിടെ നമുക്ക് കണ്ടീഷൻ ഇതാണ്, അതായത് ട്രൂ ആയി മാറും കണ്ടീഷൻ. അപ്പോൾ നമ്മൾ എന്തായി, ഇത് ബ്രേക്ക് ചെയ്തു കഴിഞ്ഞ് ഈ ലൂപ്പിൽ നിന്ന് എന്താവും, പുറത്തേക്ക് കിടക്കും. സോ ഇതാണ് എന്ത്, ഒരു വൈൽ ലൂപ്പ് എന്ന് പറയുന്നത്. അതായത് ഫോർ ലൂപ്പിൽ നമ്മൾ മൾട്ടിപ്പിൾ ആയിട്ട് ഒറ്റ ലൈനിൽ നമ്മൾ കൊടുത്ത് ഇത് സെപ്പറേറ്റ് ആക്കി. അപ്പം നമുക്ക് ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് കുറച്ചും കൂടിയും ഓപ്പറേഷൻസ് പോസിബിൾ ആവും. അപ്പം അതിന് വേണ്ടിയിട്ടാണ് നമ്മളിത് കുറച്ചുകൂടി, അതായത് ഫോർ ലൂപ്പിൽ തന്നെ നമുക്ക് കുറേ അഡ്വാൻസ് ആയിട്ട് ചെയ്യിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്താൽ മതി, വൈൽ ലൂപ്പ് വെച്ച് ചെയ്താൽ മതി. സോ ഇതാണ് നമ്മുടെ വൈൽ ലൂപ്പ്. പിന്നെ അതുപോലെ തന്നെ ഞാൻ പറഞ്ഞ പോലെ തന്നെ കോമൺ മിസ്റ്റേക്സ് ഉണ്ട്. കോമൺ മിസ്റ്റേക്സ് ഇപ്പോൾ ഈ നേരത്തെ നമ്മൾ ചെയ്തില്ലേ ഇൻഫിനിറ്റി ലൂപ്പ്. അപ്പോൾ ഇൻഫിനിറ്റി ലൂപ്പ് എന്ന് പറയുന്ന ഒരു കോമൺ മിസ്റ്റേക്കാണ്. പിന്നെ അതുപോലെ തന്നെ വരുന്ന വേറൊരു മിസ്റ്റേക്ക് ഉണ്ട്, ഞാൻ പറഞ്ഞത്. ഇപ്പോൾ നമുക്ക് ഈ ഒരു കണ്ടീഷൻ എടുത്ത് മാറ്റാം. ഇങ്ങനെ നമുക്ക് ഇവിടെ തന്നെ കൊടുക്കാം. അപ്പോൾ ഐ ഈസ് ഈക്വൽ ടു ഐ ഗ്രേറ്റർ ദാൻ 10 ഇടുന്നതിന് പകരം നമ്മൾ എന്ത് ചെയ്യും, നേരെ ഓപ്പോസിറ്റ് ആക്കും. സോ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ എന്താണ്, ഇതൊരു ഇൻഫിനിറ്റി ലൂപ്പ് പോലെ, അതായത് റണ്ണാവില്ല. നമ്മളൊന്ന് പ്രിന്റ് ചെയ്തിട്ടില്ല അല്ല പ്രിന്റ് ചെയ്തിട്ടുണ്ട്. അതായത് കണ്ടീഷൻ കണ്ടില്ലേ, ഇനിഷ്യൽ സ്റ്റേജിൽ തന്നെ എന്തായി കണ്ടീഷൻ ഒന്നാമത് 0 ആണ്. 0 ഗ്രേറ്റർ ദാൻ 10 ആണോ, ഫാൾസ് ആണ്. സോ ഇങ്ങനെ വരുന്ന സിനാരിയോയിൽ ഇത് എക്സിക്യൂട്ട് ആവില്ല. സോ ഇതാണ് ചെയ്യാൻ സാധ്യതയുള്ള ഒരു തെറ്റ്, ഒരു മിസ്റ്റേക്ക്.
അതിനെ റോങ് കണ്ടീഷൻ എന്ന് പറയും. അത് റോങ് ആയിട്ടുള്ളൊരു കണ്ടീഷൻ നമ്മൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വരുന്നൊരു സിനാരിയോ ആണിത്. സോ ഏതൊക്കെയാണ് നമ്മുടെ പ്രോപ്പറായിട്ട് വരുന്നൊരു സംഗതി. പിന്നെ നമുക്കിതിൽ ഇപ്പോൾ കവർ ചെയ്യാനുള്ളത് എന്തൊക്കെയാണ്? ഇപ്പോൾ പ്രോബ്ലംസ് ഉണ്ടാവും. പക്ഷേ പ്രോബ്ലംസ് നമുക്ക് ഇതുപോലെ സെപ്പറേറ്റ് ഒരു പ്ലേലിസ്റ്റ് ആയിട്ട് ചെയ്യാം. അല്ലാന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് പ്രാക്ടീസ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളുണ്ടാവും. സോ അതൊക്കെ നമുക്ക് ഇനി അടുത്തൊരു ക്ലാസ്സിലേക്ക് നമുക്ക് ചെയ്യാം, അല്ലെങ്കിൽ വേണ്ട അടുത്തൊരു പ്ലേലിസ്റ്റ് ആയിട്ട് ചെയ്യാം. അപ്പോൾ നമുക്കിതിൽ എല്ലാം ഇതായിട്ട് വരും, പ്രോപ്പറായിട്ട് വരും. സോ ഇനിയിപ്പോൾ ഇതിൽ നിലവിൽ ഈ പ്രോഗ്രാം നമ്മൾ ചെയ്തു. ഇനിയിപ്പോൾ നമുക്ക് വരുന്ന ഇഷ്യൂസ് നമ്മൾ പറഞ്ഞു. ഇനിയിപ്പോൾ നല്ലൊന്നുമില്ല, ഇതിപ്പോൾ ഏകദേശം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ അടുത്തതിലുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ബ്രേക്കും കണ്ടിന്യൂ ഉണ്ട്. അത് നമുക്ക് സെപ്പറേറ്റ് ഒരു വീഡിയോയിൽ ചെയ്യാം. അപ്പോൾ ബ്രേക്ക് നിങ്ങൾ പറഞ്ഞു തന്നു, ഞാൻ കണ്ടിന്യൂ പഠിപ്പിക്കണം എന്നാണ് വിചാരിച്ചത്. പക്ഷേ കണ്ടിന്യൂ നമുക്ക് ഇനി ചെയ്ത് കഴിഞ്ഞാൽ വീഡിയോ ലെങ്ത് കൂടി പോകും. അപ്പോൾ നമുക്കത് അടുത്തൊരു വീഡിയോയിൽ നമുക്ക് ബ്രേക്ക് ആൻഡ് കണ്ടിന്യൂ എന്ന് പറഞ്ഞിട്ട് അത് പിന്നെ കുറച്ചുകൂടി NB ആയിട്ടുള്ളതാണ്. ഇൻ്റർവ്യൂസിനൊക്കെ ചോദിക്കുന്ന ഒരു സംഗതിയാണ് അത്, ബ്രേക്ക് ആൻഡ് കണ്ടിന്യൂ. സോ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.